ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വാക്കുകളിലെ വചനപ്പെരുമ അഥവാ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് എന്നതാണ്. ഇതിന് ആധാരമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 16-20. ചില വാക്യങ്ങൾ വായിക്കുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമീൻ. ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കാം. യേശു ഗെന്നസരദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ നിന്നും വളരെ ദൂരം യാത്ര ചെയ്ത് യേശുവിനെ പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗെന്നസരദേശത്ത് എത്തി. അവർ യേശുവിനോട്, പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിച്ച് നിന്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഈ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടി തൻ്റെ ശിഷ്യന്മാർക്കുള്ള ഉപദേശം കൂടി ആയിരുന്നു. യേശു പറഞ്ഞ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന എല്ലാ വികാരങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് ഗലാത്യർ 5:20-21 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യേശു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ജീവിത ശൈലി ആവണമെന്നാണ് ക്രിസ്തു ഉദ്ദേശിച്ചത്. ഇന്ന് നോമ്പിൻ്റെ 16-ാം ദിനം. അതിൻ്റെ ആചരണത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ പഠിപ്പിക്കലുകളുടെയും തൻ്റെ ക്രൂശ് മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർക്കുന്ന സമയമാണിത്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ഇഹലോക ജീവിത ലക്ഷ്യം. ദൈവവുമായി കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുവാനുള്ള മാർഗമായി 3 pillars ഓഫ് ലെൻറ്റ്: ഫാസ്റ്റിംഗ്, പ്രെയർ, ആംസ് ഗിവിങ്, അതായത് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവ നാം അനുഷ്ഠിക്കുന്നു. എന്നാൽ ഈ അനുഷ്ഠാനങ്ങൾ അനുതാപവും അനുരഞ്ജനവും രൂപാന്തരവും നമ്മുടെ വാക്കിലും ചിന്തകളിലും പ്രവൃത്തിയിലും പുനഃക്രമീകരണം വരുത്തുന്നതാകണം. ദാറ്റ് ഈസ് വൈ വി സേ ലെൻറ്റ് ഹാസ് 3 hours: റിഫ്ലക്ഷൻ, റിപ്പൻറ്റൻസ് ആൻഡ് റീകൺസിലിയേഷൻ. നോമ്പ് ആചരണത്തെക്കുറിച്ച് ഒരു മതാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 1. ലെൻറ്റ് ഈസ് ദ ടൈം ടു ഗിവ് അപ്പ്, ഉപേക്ഷിക്കുവാനുള്ള സമയം. 2. ലെൻറ്റ് ഈസ് ദ ടൈം ടു ടേക്ക് അപ്പ്, ഏറ്റെടുക്കുവാനുള്ള സമയം. 3. ലെൻറ്റ് ഈസ് ദ ടൈം ടു ലിഫ്റ്റ് അപ്പ്, കരുതുവാനുള്ള സമയം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത് ഒന്നാമതായി പറഞ്ഞ ലെൻറ്റ് ഈസ് ദ ടൈം ടു ഗിവ് അപ്പ് എന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മെ അശുദ്ധമാക്കുന്ന എല്ലാ അധാർമിക ചിന്തകളും വാക്കുകളും നാം ഉപേക്ഷിക്കണം എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത്. ഉള്ളിൽ ദൈവമുള്ളവൻ ഉരുവിടുന്നത് ദൈവവാക്കുകളാണ്. അപ്രിയമായ ചിന്തകൾ, നന്മയില്ലാത്തതും കൃപയില്ലാത്തതും കരുണയില്ലാത്തതുമായ ദുർവികാരങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അതിൻ്റെ ബാഹ്യപ്രകടനങ്ങൾ കോപവും ക്രോധവും കുറ്റാരവും പരദൂഷണവുമൊക്കെയായി ഭവിക്കും. ഇത് അൺകൺട്രോളബിൾ ചെയിൻ റിയാക്ഷൻ പോലെയാകുമെന്ന് ഓർക്കുക. സങ്കീർത്തനങ്ങൾ 37:8 വാക്യം: കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകയേ ഉള്ളൂ. ഒരു സംഭവ കഥ ഇപ്രകാരമാണ്. കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിന് പരിശ്രമിച്ചിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരോ ഒരാൾ ഒരു ഷൂ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. അദ്ദേഹം ആ ഒരു ഷൂ കയ്യിലെടുത്തതിന് ശേഷം തീരെ അക്ഷോഭ്യനായി പറഞ്ഞു,
ഈ ഒരു ഷൂ മാത്രമായി ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മറ്റേതും കൂടി എറിഞ്ഞു തരണമെന്ന്. മൃദുവായ ഉത്തരം തേൻകട്ട പോലെ മധുരതരമാണ്. അത് കോപത്തെ ശമിപ്പിക്കും എന്ന വേദവാക്യം ഇവിടെ അന്വർത്ഥമായി. നമ്മുടെ ഹൃദയം അശുദ്ധ വികാരങ്ങളാൽ പാപം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നന്മ ചെയ്യുവാൻ നാം മറന്നു പോകുന്നു. മാത്രമോ ഇച്ഛിക്കാത്ത തിന്മകൾ ചെയ്യുന്നു. സമാധാനവും സ്വസ്ഥതയും നഷ്ടമാകുന്നു. ശാരീരികവും മാനസികവുമായ രോഗത്തിന് നാം അടിമയാവുന്നു. മുൻകോപവും അനിയന്ത്രിതമായ പെരുമാറ്റവും ദുഃഖം ഉളവാക്കുന്നു. സമൂഹത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഛിദ്രമാകുന്നു. നിരാശയും ആശയക്കുഴപ്പങ്ങളും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് ദൈവരാജ്യം നമുക്ക് അന്യമാകുന്നു. നമുക്ക് അശുദ്ധ വികാരങ്ങളിൽ നിന്ന് മാറ്റം എങ്ങനെ ലഭിക്കും? ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ ആരോഗ്യം നാം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും നമുക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുമാണ്. സമൂഹത്തെ, കുടുംബത്തെ, വ്യക്തികളെ ദുഃഖത്തിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ, മദ്യലഹരി ആസക്തി, അഴിമതി, ആൾക്കൂട്ട കൊലപാതകം, ആത്മഹത്യ തുടങ്ങിയ നിരവധി ആനുകാലിക പ്രശ്നങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ സതുപദേശങ്ങൾ ശ്രദ്ധിക്കുന്നവരും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങൾ ലഭിക്കുന്നവരും ജീവിതത്തിൽ ശ്രേഷ്ഠഭാവങ്ങൾ ആർജിക്കുവാൻ ഇടയാവും. എന്നാൽ പുതിയ ശീലങ്ങളും തീരുമാനങ്ങളും പ്രായോഗികമാക്കുന്നതിന് ദൈവകൃപയും ദൈവാനുഗ്രഹവും അനിവാര്യമാണ്. ദൈവവചന വായനയും പഠനവും ധ്യാനവും പ്രാർത്ഥനയും സദ്ഭാവങ്ങളെ ഉൾക്കൊള്ളുവാൻ നമ്മെ സഹായിക്കും. വ്യാജമുള്ള നാവും ദുരുപായം പ്രയോഗിക്കുന്ന ഹൃദയവും യഹോവയ്ക്ക് വെറുപ്പും അനിഷ്ടമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ പുനഃക്രമീകരണം ചെയ്ത് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത തുടങ്ങിയവ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. വിശുദ്ധിയില്ലാത്തതും വെറുപ്പും അവഗണനയും കഠിനവും മുറിപ്പെടുത്തുന്നതുമായ വാക്കുകൾ, ഉരുവിടുന്ന ദുർഗന്ധം വമിക്കുന്ന നാവ് ശരീരത്തെ മുഴുവൻ മാത്രമല്ല നമ്മളുമായി സമ്പർക്കത്തിലുള്ള ചുറ്റുപാടുമുള്ളവരെയും ദുർഗന്ധപൂരിതമാക്കുന്നു. തുളസിച്ചെടി വേരും തണ്ടും പൂവും ഇലയും വരെ സുഗന്ധവാഹി ആയിരിക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും വ്യക്തി ജീവിതവും സുഗന്ധപൂരിതമാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമാകണം നമ്മുടെ ഹൃദയം. ഈ സത്യാനന്തര കാലത്ത് നമ്മുടെ വാക്കുകൾ വിശുദ്ധിയുള്ളതും അപരന് സൗഖ്യവും ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്നത് മാത്രമല്ല, ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും ആയിരിക്കണം. സ്വയം വെളിച്ചമായി ആ പ്രകാശം മറ്റുള്ളവരെ പ്രകാശിതരാക്കുവാൻ നമ്മുടെ ചിന്തകളും വാക്കുകളും ഉതകണം. ബി ലൈറ്റഡ് ടു ലൈറ്റൻ അതേഴ്സ്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ, കൃപയുടെ ലാവണ്യവാക്കുകൾ അശരണരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കുവാനും ചേർന്ന് നടക്കുവാനും യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.